ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ഏരീസിന് വേണ്ടിയിട്ട് 2025 ഇയർലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. ഇത് നിങ്ങളുടെ സൺ, മൂൺ, റൈസിങ്, വീനസ് സൈൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ചാർട്ടിൽ ഏരീസ് എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ പ്ലേസ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ റീഡിംഗ് കാണാം. നിങ്ങളുടെ സൺ സൈൻ ഏരീസ് ആണെച്ചാലും നിങ്ങൾക്ക് ഇത് കാണാം, നിങ്ങളുടെ മൂൺ സൈൻ ഏരീസ് ആണെച്ചാലും നിങ്ങൾക്ക് ഇത് കാണാം. അതല്ലാണ്ട് നിങ്ങളിത് എൻ്റെ ചാനലിനെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. അത് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറുടെ വീഡിയോസ് റെസൊനേറ്റ് ചെയ്യാൻ തുടങ്ങും. എന്നുവെച്ചാൽ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ. അപ്പോൾ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്, ഈ പ്രോസസ്സ് ഫോളോ ചെയ്യാം. നിങ്ങൾക്കൊരു പേഴ്സണലായി 2025 റീഡിങ് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ബുക്കിങ്സ് ചെയ്യാം. അതിലെന്താ വെച്ചാൽ നിങ്ങളുടെ എനർജി മാത്രമാണ് ആൻഡ് നിങ്ങളുടെ ലൈഫിനെ കുറിച്ചാണ്, നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ് ആ റീഡിങ് ഉണ്ടാവുക. അപ്പോൾ അത് കൂടുതൽ പേഴ്സണലൈസ്ഡ് മെസ്സേജസ് ആയിരിക്കും ആൻഡ് കൂടുതൽ റെസൊനേറ്റും ചെയ്യും. ബുക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പ്ലീസ് നോട്ട് 2025 ഇയർലി പേഴ്സണൽ റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരും. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം ആൻഡ് എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2025 മെസ്സേജസിന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ഏരീസ്, നിങ്ങളുടെ എന്താണ് ഇയർലി 2025 മെസ്സേജസിന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി 2025 വേണ്ടിയിട്ട് ഓവറോൾ 2025 എനർജി നിങ്ങൾക്ക് ആണ് 3 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ ജനറൽ ലൈഫിൽ എന്തൊക്കെയാണ് മെസ്സേജസ് നമ്മൾക്ക് നോക്കാം. ജനറൽ ലൈഫ് നിങ്ങളുടെ എന്താണ് മെസ്സേജസ്? 4 ഓഫ് കപ്സ്, 10 ഓഫ് പെൻറ്റിക്കിൾസ്, King of Cups and 4 of Pentacles. അപ്പോൾ ഏരീസ്, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ഓവറോൾ എനർജി 2025 വേണ്ടിയിട്ട് 3 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. 3 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു കൊലാബറേഷൻ്റെ എനർജിയാണ്. വേറെ ആൾക്കാരുടെ കൂടെ ഒരു എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യണ എനർജിയാണ്. അപ്പോൾ 2025 പീപ്പിൾ കണക്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. വേറെ ആൾക്കാരുടെ കൂടെ നിങ്ങളുടെ ബിഹേവിയർ, നിങ്ങളുടെ റിലേഷൻസ്, ഇത് കമ്മ്യൂണിറ്റിയാണ്, ഇത് ഫാമിലി റിലേഷൻസ് ആയിരിക്കാം, ഇത് വർക്ക് കലീഗ്സിൻ്റെ കൂടെ റിലേഷൻഷിപ്പ്, പിന്നെ നിങ്ങളുടെ കൊലാബറേഷൻസ്, വർക്ക് കൊലാബറേഷൻസ്, അതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഉണ്ടാവാൻ പോണേ 2025. അപ്പോൾ ഈ ഏരിയാസിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോക്കസ് കൂടുതൽ ഇങ്ങനത്തെ ഏരിയാസിലായിരിക്കും. എന്ന് വെച്ചാൽ വേറെ ആൾക്കാരുടെ കൂടെ നിങ്ങളുടെ ബിഹേവിയർ, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ റിലേഷൻഷിപ്പ്, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട എനർജി, അതാണ്. ഓക്കെ, ജനറൽ മെസ്സേജസ് കാണുമ്പോൾ 4 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഇവിടെ ആദ്യത്തെ കാർഡ്. അപ്പോൾ 4 ഓഫ് കപ്സ് ആക്ച്വലി ഒരു ഡിസ്ഇൻട്രസ്റ്റഡ് എനർജിയാണ്. നിങ്ങൾക്ക് സൂക്ഷിക്കേണ്ട എന്താ വെച്ചാൽ 4 ഓഫ് കപ്സ് ഒരു ബോർഡംഡ് എനർജിയാണ്. അപ്പോൾ 2025 ചില സമയത്ത് നിങ്ങൾക്ക് ഒരു ലോ എനർജി ഫീൽ ചെയ്യാൻ വഴിയുണ്ട്. പറഞ്ഞാൽ ഒരു മോട്ടിവേഷൻ ഇല്ല, ഒരു ലോ ആയിട്ട് ഫീൽ ചെയ്യണു, ഒന്നിലും ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയിലായിരിക്കും നിങ്ങളുടെ 2025 അങ്ങനെ ഒരു എനർജി ഉണ്ടാവും. അപ്പോൾ അതുണ്ടാവുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചില ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ മിസ് ഔട്ട് ചെയ്യും. ഇത് യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ നിങ്ങളുടെ ശ്രദ്ധ വേറെ കാര്യത്തിലുണ്ടാവുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചില ഓപ്പർച്യൂണിറ്റീസ് ചിലപ്പോൾ മിസ് ഔട്ട് ആവും. അപ്പോൾ അത് സൂക്ഷിക്കണം. എന്ന് വെച്ചാൽ ഈ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണ്. എല്ലാം നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണെന്നല്ല പറയണത്, പക്ഷെ ഇതിൽ മേ ബി ഏതോ ഒരു ഓപ്പർച്യൂണിറ്റി നല്ലതായിരിക്കും. അപ്പോൾ ഒന്നും നോക്കാണ്ട് ഡിസ്മിസ് ചെയ്യരുത്. ഓപ്പർച്യൂണിറ്റീസ് പറയുന്നതൊക്കെ സൂക്ഷിച്ച് അത് അനലൈസ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഇഷ്ടമായില്ല വെച്ചാൽ കുഴപ്പമില്ല, പക്ഷെ അതിൽ ചിലപ്പോൾ
ചില ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും, ആൻഡ് അത് നിങ്ങൾക്ക് മിസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് 4 ഓഫ് കപ്സ് അതാണ് പറയണത്, അത് ചില സമയത്ത് നിങ്ങളുടെ ശ്രദ്ധ ഇല്ലാണ്ട് ചില ഓപ്പർച്യൂണിറ്റീസ് മിസ് ചെയ്യാൻ വഴിയുണ്ട്. 10 ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ സെക്കൻഡ് കാർഡാണ് നിങ്ങളുടെ ജനറൽ ലൈഫിൽ. ഇത് ഫാമിലി സ്റ്റെബിലിറ്റിയുടെ എനർജിയാണ്, അത് മാത്രമല്ല എബണ്ടൻസിൻ്റെ എനർജിയുമാണ്. അപ്പോൾ ഫിനാൻഷ്യലി 2025 നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല കൊല്ലാണ്. കുറേ എബണ്ടൻസ് ഉണ്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ലൈഫിൽ, ആൻഡ് കുറേ സക്സസ് ഉണ്ട്, കുറേ പൈസയുടെ എനർജിയാണ് ഇത്. അപ്പോൾ ഇത് ബൾക്ക് മണിയുടെ എനർജിയാണ്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ എന്തെങ്കിലും സെയിൽ ഓഫ് പ്രോപ്പർട്ടി ഇല്ല വെച്ചാൽ ഇൻഹെറിറ്റൻസ്, അതല്ല വെച്ചാൽ ബോണസ്, ലോട്ടറി, അങ്ങനത്തെയൊക്കെ കാര്യത്തിൽ മേ ബി നിങ്ങൾക്ക് കുറേ ഇവിടെ പൈസ കിട്ടണ ഒരുമിച്ച് പൈസ വരണ എനർജിയാണ് അത്. ഓക്കെ, കിങ് ഓഫ് കപ്സ് ഇവിടെ സ്കോർപ്പിയോ എനർജി. നിങ്ങളുടെ ലൈഫിൽ മേ ബി ഒരു സ്കോർപ്പിയോ കുറേ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആയിരിക്കും 2025. അത് മാത്രമല്ല ഇതൊരു ലവിങ് പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു പേഴ്സൺ ഇല്ല വെച്ചാൽ മേ ബി ഇങ്ങനത്തെ ഒരു പേഴ്സൺ വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. എസ്പെഷ്യലി നിങ്ങൾ സിംഗിൾ ആണ് വെച്ചാൽ ഒരു സ്കോർപ്പിയോ പേഴ്സൺ ആയിരിക്കും നിങ്ങളുടെ പൊട്ടൻഷ്യൽ പാർട്ട്ണർ. 4 ഓഫ് പെൻറ്റിക്കിൾസ് ആദ്യം യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ പൈസ കിട്ടുമ്പോൾ അത് സൂക്ഷിച്ച് വെക്കുക, കുറേ ഓവർ സ്പെൻഡ് ചെയ്യരുത്. എന്ന് വെച്ചാൽ 4 ഓഫ് പെൻറ്റിക്കിൾസ് സേവിങ്ങിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് കിട്ടണ പൈസ സേവ് ചെയ്യണം, ഇല്ല വെച്ചാൽ അത് പിന്നെ ഒരു ലോസ് ആയി പോവും. എന്ന് വെച്ചാൽ 4 കഴിഞ്ഞിട്ട് 5 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്, ആൻഡ് 5 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ലോസിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ചില്ല വെച്ചാൽ ഈ കിട്ടണ പൈസയൊക്കെ നിങ്ങൾക്ക് ഈസിലി നിങ്ങൾ ലൂസും ചെയ്യാൻ വഴിയുണ്ട്. അപ്പോൾ ശരിയായി പ്ലാൻ ചെയ്തിട്ട് വേണം സൂക്ഷിച്ചിട്ട് സേവിങ് ചെയ്യുക. ഓക്കെ, അത് മാത്രമല്ല 4 ഓഫ് പെൻറ്റിക്കിൾസ് കുറച്ചൊരു റിസർവ്ഡ് എനർജിയും കൂടിയാണ്. അപ്പോൾ മേ ബി 2025 നിങ്ങൾ അത്ര ഓപ്പൺ അപ്പ് ആവാൻ റെഡി ആവില്ല. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കുറച്ചൊരു റിസർവ്ഡ് ആയിട്ടായിരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ. അപ്പോൾ അത് ഒരു പറഞ്ഞ നെഗറ്റീവ് കാർഡ് പറയാൻ പറ്റില്ല, പക്ഷെ മേ ബി കുറച്ച് ഓപ്പൺ അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾക്ക് ലവ് ലൈഫ് നോക്കാം. റൊമാൻറ്റിക് ലൈഫിൽ എന്താണ് മെസ്സേജസ്? റൊമാൻറ്റിക് ഇല്ല പേഴ്സണൽ ലൈഫ് ഏരീസിന് വേണ്ടിയിട്ട് 2025 ക്വീൻ ഓഫ് സോഡ്സ് ആണ് ഫസ്റ്റ് കാർഡ്. 2 ഓഫ് വാൻഡ്സ് ആണ് ഇവിടെ സെക്കൻഡ് കാർഡ്. 8 ഓഫ് സോഡ്സ് ആണ് ഇവിടെ തേർഡ് കാർഡ്, ആൻഡ് 10 ഓഫ് വാൻഡ്സ് ആണ് ഇവിടെ ഫോർത്ത് കാർഡ്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ഒരു ക്വീൻ ഓഫ് സോഡ്സ് ആണ്. നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറുടെ ഇടയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാച്ചാൽ അത് ചിലപ്പോൾ 2025 നിങ്ങൾക്ക് ആ ഇഷ്യൂസിൽ ക്ലാരിറ്റി കിട്ടും. എന്നുവെച്ചാൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തോ ഒരു കോൺവെർസേഷൻ ഞാൻ കാണുന്നുണ്ട്, ഒരു ക്ലാരിറ്റി കാണുന്നുണ്ട്. ക്വീൻ ഓഫ് സോഡ്സ് ചിലപ്പോൾ ചില സമയത്ത് ഒരു ഡിവോഴ്സ്ഡ് പേഴ്സൻ്റെ എനർജിയും ആവാം. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേറ്റിലാണ് നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ്, അങ്ങനത്തെ ഒരു സെപ്പറേഷൻ ആവണ സിറ്റുവേഷനിലാണ് വെച്ചാൽ ഇവിടെ ഒരു സെപ്പറേഷൻ്റെ ചാൻസ് ഉണ്ട്, ഡിവോഴ്സിൻ്റെ ചാൻസ് ഉണ്ട്. അതല്ല വെച്ചാൽ ഇതൊരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ആയിരിക്കാം. നിങ്ങളുടെ പാർട്ട്ണറുടെ കൂടെ ചില സമയത്ത് കുറേ ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനിൽ വെച്ച് നിങ്ങൾ രണ്ടാളുടെയും തോട്ട് പ്രോസസ്സ് വേറെയാണ്. നിങ്ങൾ രണ്ടാളും ഒരു കാര്യത്തിൽ അഗ്രി ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ കേസസ് കുറേ ഉണ്ടാവാൻ വഴിയുണ്ട്. അപ്പോൾ 2 ഓഫ് വാൻഡ്സ് ഇവിടെ പ്ലാനിങ് ആൻഡ് സ്ട്രാറ്റജൈസിങ്ങിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ആക്ച്വലി ഒരു റിലേഷൻഷിപ്പിലാണ് വെച്ചാലും മേ ബി നിങ്ങൾ ആ സ്റ്റേറ്റിലെത്തും, അത് എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടതെന്ന്, അങ്ങനത്തെ ഒരു എനർജി ഞാൻ ഇവിടെ കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു ഫ്യൂച്ചർ ഉണ്ടോ ഇല്ലേ എന്നാണ്, ആ സിറ്റുവേഷനാണ് ഇത്. അപ്പോൾ നിങ്ങളിപ്പോൾ അതാണ് പ്ലാൻ ചെയ്യണത്, അത് ഇതിനെ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടേന്ന്. അങ്ങനെ ആ സിറ്റുവേഷനിൽ നിങ്ങൾ കുറേ ആക്ച്വലി സ്ട്രഗിൾ ചെയ്യും. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഇതൊരു ഡിഫിക്കൽട്ട് ഡിസിഷൻ ആണ്. എന്നുവെച്ചാൽ ഒരു റിലേഷൻഷിപ്പ് വർക്കൗട്ട് ചെയ്യാത്ത ഒരു സിറ്റുവേഷനിൽ ഒരു ഡിസിഷൻ എടുക്കുക പറഞ്ഞാൽ ഒരു ഡിഫിക്കൽട്ട് ഡിസിഷൻ ആണത്. അപ്പോൾ നിങ്ങൾ കുറേ ഒരു സ്റ്റാഗ്നൻ്റ് ആയി ഫീൽ ചെയ്യും. നിങ്ങളുടെ റിലേഷൻഷിപ്സും കുറച്ചൊരു സ്റ്റാഗ്നൻസി ഉണ്ടാവും. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് മനസ്സിലാവാണ്ട് ഒരു അൺനോൺ എനർജിയാണ് ഇത്. അപ്പോൾ അതിന് പുറത്ത് വരാൻ നോക്കുക. എന്നുവെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നത് ഇതൊരു മെൻറ്റൽ സ്റ്റാഗ്നൻസി ആണ്. ആക്ച്വലി നിങ്ങൾക്ക് ഇതിലൊരു ഈസി വേ ഔട്ട് ഉണ്ട്, പക്ഷേ അതിനെ ആ ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് കുറച്ചൊരു ധൈര്യം വേണം. അത് മാത്രമല്ല
നിങ്ങൾക്ക് ഒരു ഫീലിംഗ് ആണ് അത് നിങ്ങൾ സ്റ്റാഗ്നൻ്റ് ആണെന്ന്. പക്ഷേ ആക്ച്വലി നിങ്ങൾ സ്റ്റാഗ്നൻ്റ് അല്ല. ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടും. 10 ഓഫ് വാൻസ് ഈ പ്രോബ്ലമിൻ്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് 2025 തന്നെ കിട്ടാൻ പോകുന്നുണ്ട്. ആൻഡ് എന്തോ ഒരു ഫൈനൽ ക്ലോഷർ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ ക്ലോഷർ എല്ലാവർക്കും വേറെ മാതിരി ആയിരിക്കും. ചിലവർ പെർമനൻ്റ്ലി സെപ്പറേറ്റ് ആവാനായിരിക്കും ഡിസൈഡ് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ മേ ബി നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ റീകൺസൈൽ ചെയ്യാനും ഡിസൈഡ് ചെയ്യും. അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്. പക്ഷേ എന്തായാലും നിങ്ങൾ ആ ഡിസിഷൻ 2025 തന്നെയാണ് ഉണ്ടാക്കുന്നുണ്ടാവുക. അപ്പോൾ ഒരു എൻഡ് ഓഫ് ബേർഡൻസ് ഞാൻ കാണുന്നുണ്ട്. ഇതൊരു ഡിഫിക്കൾട്ട് സമയത്തിൻ്റെ എൻഡാണ് ആക്ച്വലി. അപ്പോൾ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടായാലും അതിൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ടാവും, ഒരു എൻഡിങ് ഉണ്ടാവും, ഒരു ക്ലോഷർ ഉണ്ടാവും. ഓക്കെ, നിങ്ങളൊരു പുതിയ ബിഗിനിങ്ങിലേക്ക് മൂവ് ചെയ്യും. ഇപ്പോൾ നിങ്ങളുടെ കരിയറിൽ എന്താണ് 2025 മെസ്സേജ് നമ്മൾക്ക് നോക്കാം. ഇപ്പം നിങ്ങൾ സിംഗിൾ ആണ് വെച്ചാൽ ആക്ച്വലി ഇവിടെ ഒരു സിംഗിൾ എനർജി ഞാൻ കാണുന്നില്ല. പക്ഷേ മേ ബി സിംഗിൾ ആൾക്കാർക്കും അങ്ങനത്തെ തന്നെ ഒരു എനർജിയാണ്. അത് നിങ്ങൾക്ക് മീറ്റ് ചെയ്യണ ആൾക്കാരുടെ കൂടെ അങ്ങനെ ഒരു ഒരു പേഴ്സൺ ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമാവണ ഒരു പേഴ്സൺ. പക്ഷേ അവരുടെ കൂടെയും ഒരു ഫ്യൂച്ചർ വേണോ വേണ്ടേ. ആൻഡ് ഈ പേഴ്സൺ മേ ബി ഒരു ഡിവോഴ്സ്ഡ് പേഴ്സൺ ആയിരിക്കാം. എന്ന് വെച്ചാൽ അവരുടെയും 2024 ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു പേഴ്സണെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ട് വെച്ചാൽ ഇവിടെ ഞാൻ ആ ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. നിങ്ങൾക്ക് ഇത് മുമ്പോട്ട് കൊണ്ടുപോകണോ വേണ്ടേന്ന് അറിയാത്തൊരു സിറ്റുവേഷൻ. ആൻഡ് ഇവിടെ ഒരു സ്റ്റാഗ്നൻസി അതുകൊണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. പക്ഷേ എന്തായാലും നിങ്ങൾ ആ ഡിസിഷൻ എടുക്കും. ആ ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ കരിയറിൽ എന്താണ് നിങ്ങൾക്ക് മെസ്സേജ്? ക്വീൻ ഓഫ് കപ്സ് ആണ് കരിയറിൽ ആദ്യത്തെ കാർഡ്. സൺ ഉണ്ട് ഇവിടെ. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ഏസ് ഓഫ് വാൻഡ്സ്. അപ്പോൾ കരിയർ വൈസ് ഞാൻ കുറച്ചുകൂടി ഒരു നല്ല പ്രഡിക്ഷനാണ് കാണുന്നത്. ക്വീൻ ഓഫ് കപ്സ് കുറേ ഒരു ലവിങ് സപ്പോർട്ടീവ് പേഴ്സൻ്റെ എനർജിയാണ്. ഇത് നിങ്ങളുടെ ഫാമിലി മെമ്പർ ആയിരിക്കാം, ഫ്രണ്ട് ആയിരിക്കാം. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ കുറേ സപ്പോർട്ട് ചെയ്യണ എനർജി ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ഇതൊരു പാർട്ട്ണറും ആവാം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സപ്പോർട്ട് ഉണ്ട്, ഒരു ഇമോഷണൽ ബാക്കിംഗ് ഉണ്ട് ആരുടെയോ, ഒരു ഫാമിലി മെമ്പറുടെയോ ഒരു ഫ്രണ്ടിൻ്റെയോ. അത് കാരണം നിങ്ങൾക്ക് കരിയറിൽ അത് കാരണം എന്നല്ല, പക്ഷെ അത് അല്ലാണ്ടും നിങ്ങൾക്ക് കരിയറിൽ കുറേ ഞാൻ സക്സസ് കാണുന്നുണ്ട്. ആക്ച്വലി സൺ അബണ്ടൻസിൻ്റെ എനർജിയാണ്. സക്സസ്സും നല്ല ക്ലാരിറ്റിയുടെ എനർജിയാണ്. ഒരു നല്ല സമയമാണ് നിങ്ങൾക്ക്. 2025 നല്ല കൊല്ലാണ് കരിയറിന് വേണ്ടിയിട്ട്. കുറേ സക്സസ് ഉണ്ട് നിങ്ങൾക്ക്. ഓക്കെ, കുറേ അച്ചീവ്മെൻറ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു പുതിയ ജോലി നിങ്ങൾ നോക്കണ്ട വെച്ചാൽ 2025 നല്ല പോസിറ്റീവ് ന്യൂസ് കൊണ്ടുവരുന്നുണ്ട്. ഒരു ന്യൂ ബിഗിനിങ് ഉണ്ട്. ഇതൊരു വെരി സ്റ്റേബിൾ ന്യൂ ബിഗിനിങ് ആണ്. അതല്ലാണ്ട് വേറെ ഓപ്പർച്യൂണിറ്റീസും ഉണ്ടാവും നിങ്ങളുടെ ലൈഫിൽ കരിയർ വൈസ്. എസ്പെഷ്യലി ക്രിയേറ്റീവ് ഫീൽഡിൽ നിങ്ങളാണെന്ന് വെച്ചാൽ അതിലും ഞാൻ കാണുന്നുണ്ട് കുറേ സക്സസ്ഫുൾ ന്യൂ ബിഗിനിങ് ഉണ്ട്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച്? 2025 ചാലഞ്ച് എന്താണ്? ടവർ ഇവിടെ ഉണ്ട് ചാലഞ്ച് ആയിട്ട്. ലവേഴ്സ് ഉണ്ട്. പേജ് ഓഫ് വാൻഡ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഏറ്റവും വലിയ ചാലഞ്ച് കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ ചേഞ്ച് ആണ്, ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച്. ഈ ചേഞ്ച് നിങ്ങളുടെ മോസ്റ്റ്ലി നിങ്ങളുടെ ലവ് ലൈഫിലാണ്, നിങ്ങളുടെ റിലേഷൻഷിപ്സിലാണ്. എന്നുവെച്ചാൽ ഇവിടെ ഞാനൊരു സോൾമേറ്റ് കണക്ഷൻ കാണുന്നുണ്ട്. ആൻഡ് എന്തോ ഒരു എൻഡിങ് ആൻഡ് ഒരു പുതിയ ബിഗിനിങ്ങും ഉണ്ട്. അപ്പോൾ ഇതൊരു റിലേഷൻഷിപ്പിൻ്റെ എൻഡിങ് തന്നെ ആവണം എന്നില്ല, പക്ഷെ ഒരു ചേഞ്ച് ഓഫ് മൈൻഡ്, ഒരു ചേഞ്ച് ഓഫ് പെർസ്പെക്റ്റീവ് ആയിരിക്കാം. പക്ഷെ അതല്ലാണ്ടും ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഓൾറെഡി ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ്, എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പിൽ തന്നെ ചില വലിയ ചേഞ്ചസ് ഉണ്ടാവാൻ പോകുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഒരു എൻഡിങ് ഉണ്ട്. പക്ഷെ ഒരു പുതിയ ബിഗിനിങ് കൂടി ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഒരു പുതിയ സ്റ്റാർട്ട്, ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകണു. ആൻഡ് ഇവിടെ ഒരു ന്യൂ റൊമാൻറ്റിക് പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. മേ ബി എ വാട്ടർ സൈൻ ആയിരിക്കാം, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ. ഇവിടെ ജെമിനായി ആൻഡ് സ്കോർപ്പിയോ എനർജി കുറേ സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്വൈസ് എന്താണ്? നിങ്ങൾക്ക് അഡ്വൈസ് ആണ് ജസ്റ്റിസ്, നൈറ്റ് ഓഫ് വാൻഡ്സ്,
10 ഓഫ് കപ്സ്. അപ്പം നിങ്ങളുടെ അഡ്വൈസും മോസ്റ്റ്ലി നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫിൻ്റെ കണക്ഷനിൽ തന്നെ ആണ്. എന്നുവെച്ചാൽ അവിടെയാണ് ഏറ്റവും വലിയ ചാലഞ്ച് ഞാൻ കാണുന്നത്. കരിയർ വൈസ് ഞാൻ ആക്ച്വലി അത്ര ചാലഞ്ചസ് കാണില്ല. എന്നുവെച്ചാൽ 2025 കരിയർ നിങ്ങൾക്ക് നല്ല സമയമാണെന്ന് ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ചാലഞ്ച് അഡ്വൈസും ഇവിടെ ജസ്റ്റിസ്, ലീബ്ര എനർജി. യൂണിവേഴ്സ് പറയുന്നത് എന്താ വെച്ചാൽ അഗൈൻ ഇവിടെ ഒരു ലീഗൽ സിറ്റുവേഷൻ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ഇതൊരു ലീഗൽ സിറ്റുവേഷൻ തന്നെ ആവണം എന്നില്ല, ഒരു കാർമിക് ജസ്റ്റിസും ആവാം. പക്ഷെ ഇവിടെ അഡ്വൈസ് നിങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഫെയർ ആൻഡ് ബാലൻസ് ഡിസിഷൻ ആണ് എടുക്കേണ്ടത്. എസ്പെഷ്യലി നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് വെച്ചാൽ ഒരു സെപ്പറേഷൻ വേണോ വേണ്ടേ, ഒരു റീകൺസിലിയേഷൻ വേണോ വേണ്ടേ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു ഫെയർ ആൻഡ് ബാലൻസ് ഡിസിഷൻ എടുക്കുക. ആൻഡ് നിങ്ങൾ പിരിയാൻ ഡിസൈഡ് ചെയ്യേണ്ട വെച്ചാലും ഒരു ഫെയർ ആയിട്ട് ബിഹേവ് ചെയ്യുക, ഫെയർ ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുക. എസ്പെഷ്യലി ഫിനാൻഷ്യൽ കാര്യത്തിൽ നൈറ്റ് ഓഫ് വോൺസ് ഒരു പ്ലെയറുടെ എനർജിയാണ്, ഇൻ ആൻഡ് ഔട്ട് പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് കുറച്ചൊരു നിങ്ങളുടെ ഇവിടെ കുറേ പാഷൻ ഉണ്ട് ആക്ച്വലി നിങ്ങളുടെ ലൈഫിൽ. നിങ്ങളുടെ 2025 കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ. പക്ഷെ കുറച്ച് സൂക്ഷിക്കണം. എന്നുവെച്ചാൽ ഇത് ഒരു സ്റ്റേബിൾ എനർജി അല്ല. ഓക്കെ, ഇത് കുറേ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സിൻ്റെ എനർജി ആയിരിക്കാം. അതല്ല വെച്ചാൽ ഒരു സ്റ്റെബിലിറ്റി അല്ലാത്ത ഒരു പേഴ്സൻ്റെ എനർജിയാണ്. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഡെഫിനറ്റ്ലി ഞാനൊരു 10 ഓഫ് കപ്സ് കാണുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിൽ വരും. ഒരു ലോങ് ടേം പാർട്ട്ണർഷിപ്പിൻ്റെ ഓപ്പർച്യൂണിറ്റി 2025 ഉണ്ടാവും. ഇത് എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്സിലും ആവാം. മേ ബി ഇവിടെ യൂണിവേഴ്സ് പറയുന്ന വേറെ മെസ്സേജ് എന്താ വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്സിൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരിക. ഓക്കെ, അതായിരിക്കും ഏറ്റവും വലിയ പ്രശ്നം. എന്നുവെച്ചാൽ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ മേ ബി കുറേ ട്രാവൽ ചെയ്യണ ജോബ് ഇല്ല വെച്ചാൽ ട്രാവൽ ചെയ്യണ ടൈപ്പാണ് വെച്ചാൽ മേ ബി അത് കുറച്ച് മേ ബി പാർട്ട്ണറിനെ ഒരുമിച്ച് കൊണ്ടുപോവുക ഇല്ല വെച്ചാൽ അത്ര സമയം വീട്ടിലും സ്പെൻഡ് ചെയ്യുക, ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യുക. അതാണ് ഇവിടെ വേറെ മെസ്സേജ് എനിക്ക് കിട്ടുന്നത്. അത് ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജി കാട്ടിലും ഒരു സ്റ്റേബിൾ എനർജി അഡോപ്റ്റ് ചെയ്യുക. ഇല്ല വെച്ചാൽ ഞാനിവിടെ ഒരു റിഗ്രറ്റ് ആണ് കാണുന്നത്. അപ്പം നിങ്ങൾ ചെയ്യണത് പറഞ്ഞ 2025 ആക്ച്വലി നിങ്ങൾക്ക് ആ സിറ്റുവേഷൻ മാനേജ് ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൊണ്ടുവരണ്ട വെച്ചാൽ പറഞ്ഞ ഒരു സെപ്പറേഷൻ അത് വേറെ കാര്യങ്ങൾ എത്തിയിട്ടില്ല വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോഴും അതിനെ സാൽവേജ് ചെയ്യാം, ഈ റിലേഷൻഷിപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. എന്നുവെച്ചാൽ ആ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് 2025 കിട്ടും അതിനെ സ്റ്റേബിലൈസ് ചെയ്യാൻ. അത് ചെയ്തിട്ടില്ല വെച്ചാൽ പിന്നെ അത് ചിലപ്പോൾ ഒരു റിഗ്രറ്റ് ആവും. എന്നുവെച്ചാൽ അത് ഒരു എൻഡിങ് ആയാൽ എല്ലാവർക്കും ഒരു വിഷമം തന്നെയാണ്. അപ്പോൾ അത് ഞാൻ ഇവിടെ കാണുന്നുണ്ട്. യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഇപ്പോഴും നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ഉണ്ട് വെച്ചാൽ അതിനെ സോൾവ് ചെയ്യാം. ഇത് ലേറ്റ് ആയിട്ടില്ല ഇതുവരെ. ഓക്കെ, അതിന് സമയമുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് വേണമെച്ചാൽ കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് ഔട്ട്കം നിങ്ങളുടെ 2025 ഔട്ട്കം ആണ് നിങ്ങൾക്ക് എംപറർ. അപ്പോൾ എംപറർ നിങ്ങളുടെ തന്നെ കാർഡാണ്, നിങ്ങളുടെ എനർജിയാണ്. ഡെത്ത് ആൻഡ് ഇവിടെ മൂന്നാമത്തെ കാർഡ് 7 ഓഫ് സോർഡ്സ്. എംപറർ ഒരു വെരി പവർഫുൾ എനർജിയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. 2024 കാട്ടിലും ഒരു നല്ല സമയമാണ് ആക്ച്വലി. എന്നുവെച്ചാൽ ഇത് ഡിസിപ്ലിൻ, സ്ട്രക്ചർ ആൻഡ് സക്സസിൻ്റെ എനർജിയാണ്. നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ പ്രൈം എനർജിയിലാണ് ഉണ്ടാവുക 2025. കുറേ സക്സസ് ഉണ്ടാവും, പ്രൊമോഷൻ, നിങ്ങൾ ആ ഹൈറ്റ്സിലെത്തും. കുറേ ആൾക്കാർ നിങ്ങളെ അഡ്മയർ ചെയ്യണ എനർജിയിലാണ് നിങ്ങൾ. ഓക്കെ, 2025. അപ്പോൾ ഈ എനർജി പോസിറ്റീവായിട്ട് യൂസ് ചെയ്യുക, പോസിറ്റീവ് വേസിൽ യൂസ് ചെയ്യുക. എന്നുവെച്ചാൽ നിങ്ങൾക്ക് സക്സസിൻ്റെ ചാൻസസ് കുറേ ഹൈ ആണ് 2025. അതല്ലാണ്ട് ഡെത്ത് ഉണ്ട് ഇവിടെ. ഡെത്ത് ഒരു ചേഞ്ചിൻ്റെ എനർജിയാണ്, വലിയ ചേഞ്ച്. ഞാൻ പറഞ്ഞ മാതിരി ഞാൻ റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ച് കാണുന്നുണ്ട്, ഒരു എൻഡിങ് എന്നൊരു പുതിയ ബിഗിനിങ് കാണുന്നുണ്ട്. പക്ഷെ അഗൈൻ അത് നിങ്ങൾക്ക് വേണിച്ചാൽ അവോയ്ഡ് ചെയ്യാം, അതിനെ മാനേജ് ചെയ്യാം, അതിനെ അവോയ്ഡ് ചെയ്യാം. ആൻഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഇപ്പോഴും നിങ്ങൾക്ക് സാൽവേജ് ചെയ്യാം. പക്ഷേ ഇവിടെ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ ചേഞ്ച് വരുന്നുണ്ട്.
ഈ കൊല്ലം നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരണ കൊല്ലാണ്. അപ്പോൾ ഇത് വലിയ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് ആണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോണേ. 7 ഓഫ് സോഡ്സ് ഇവിടെ സാബോട്ടാജിൻ്റെ എനർജിയാണ്. അപ്പോൾ യൂണിവേഴ്സ് അഗൈൻ ഇവിടെ നിങ്ങളോട് പറയണത് എന്താ വെച്ചാൽ, ചില കേസസ് ചില കാര്യത്തിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ബ്ലെസ്സിങ്സിനെ സാബോട്ടാജ് ആണ് ചെയ്യണത്. അത് സൂക്ഷിക്കണം. മേ ബി ചിലവർ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ലൈക്ക് ട്രൂ ഫ്രണ്ട്സ് അല്ല, അവർ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നുണ്ട് ഏതോ ഒരു തരത്തിൽ. അപ്പോൾ അത് സൂക്ഷിക്കുക. എന്നുവെച്ചാൽ ഇത് ഡിസെപ്ഷൻ്റെ എനർജിയും കൂടിയാണ്. അപ്പോൾ സൂക്ഷിക്കുക. ചിലവർ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കും, നിങ്ങളുടെ അടുത്തുനിന്ന് പൈസ എടുക്കാൻ നോക്കും, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവായി നിങ്ങളെ എഫക്റ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുടെ അടുത്തുനിന്ന് കുറച്ച് സൂക്ഷിക്കുക. അവെയർനെസ് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ബ്ലൈൻഡായിട്ട് ട്രസ്റ്റ് ചെയ്യരുത്. അത് മാത്രമല്ല, നിങ്ങളുടെ സെൽഫ് സാബോട്ടാജും ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അറിയാം ഇത് ശരിയാണെന്ന്, അത് അറിഞ്ഞിട്ടും നിങ്ങൾ അതിനെ ഇഗ്നോർ ചെയ്യേണ്ടത് അതൊരു സെൽഫ് സാബോട്ടാജ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് മെയിൻ മെസ്സേജസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒറക്കിൾ കാർഡ്സ് എടുക്കാം. എന്താണ് ഇവിടെ ഒറക്കിൾ മെസ്സേജ്? അപ്പോൾ ഇവിടെ 2 കാർഡ്സ് ഉണ്ട്. ഓപ്പൺ യുവർ ഹാർട്ട് ടു ലവ്. ആൻഡ് സെക്കൻഡ് കാർഡ് ഇവിടെ ഫോക്കസ് ഓൺ യുവർ ഹെൽത്ത്. അപ്പം മറ്റേ കാര്യം ഇവിടെ ഹെൽത്തിൻ്റെ അങ്ങനെ ഞാൻ ഒരു കാർഡ് നെഗറ്റീവായി കണ്ടിട്ടില്ല. പക്ഷെ ഇത് ഡെഫിനറ്റ്ലി യൂണിവേഴ്സ് പറയണത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിൻ്റെ ആവശ്യമുണ്ട്. ഫോക്കസ് ഓൺ യുവർ ഹെൽത്ത്. നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ഹെൽത്തിൽ ഫോക്കസ് ചെയ്തില്ല, എക്സസൈസ് ചെയ്യണില്ല, അങ്ങനത്തെ എനർജിയിലാണ് വെച്ചാൽ ഈ കൊല്ലം നിങ്ങൾക്ക് ആക്റ്റീവ് ആവേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, വെൽനെസ്, ആക്റ്റീവ്, റേഡിയൻറ്റ്, നറിഷ്മെൻറ്റ്. അപ്പോൾ ഈ ഹെൽത്തിൻ്റെ കാർഡ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഹെൽത്തിൽ ഫോക്കസ് ചെയ്യുക. അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടല്ല, പക്ഷേ ഈ കൊല്ലം അതിൽ നിങ്ങളുടെ ഫോക്കസ് ഉണ്ടായ മേ ബി ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് പ്രോബ്ലംസ് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ എക്സസൈസ് ചെയ്യുക, ഡയറ്റ് സൂക്ഷിക്കുക, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യുക. അതല്ലാണ്ട് ഇവിടെ സെക്കൻഡ് കാർഡ് എന്താ വെച്ചാൽ ഓപ്പൺ യുവർ ഹാർട്ട് ടു ലവ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ലവ് വരാൻ പോകുന്നുണ്ട്, പുതിയ ഓപ്പർച്യൂണിറ്റി വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ സിംഗിൾ ആണ് വെച്ചാൽ എസ്പെഷ്യലി ഇവിടെ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ റെസ്ട്രിക്റ്റ് ചെയ്യരുത് നിങ്ങളുടെ ഫീലിങ്സിനെ. ആൻഡ് ഞാൻ മുമ്പേയും പറഞ്ഞു ഇവിടെ 4 ഓഫ് പെൻറ്റിക്കിൾസ് നിങ്ങളൊരു റെസ്ട്രിക്റ്റഡ് എനർജി ആണ്, റിസർവ്ഡ് ആയിട്ടാണ്. അപ്പോൾ കുറച്ച് ഓപ്പൺ അപ്പ് ചെയ്യുക, വൾനറബിൾ ആവുക. ഇവിടെ ഫൊർഗിവ്നെസ് ഉണ്ട്, ലവിങ് ഉണ്ട്, കമ്മ്യൂണിറ്റി ഉണ്ട്. ഞാൻ ഇവിടെ മുമ്പേയും പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റി ആയിരിക്കും ഫോക്കസ്. വേറെ ആൾക്കാരുടെ കൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ്, അതായിരിക്കും ഏറ്റവും വലിയ ഫോക്കസ് നിങ്ങളുടെ 2025. അപ്പോൾ അതിൽ കുറച്ച് ശ്രദ്ധിക്കുക. ഓക്കെ, മേ ബി എന്നുവെച്ചാൽ അത് നിങ്ങൾക്ക് എങ്ങനെയോ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നുണ്ട് 2025. അപ്പോൾ ഓപ്പൺ അപ്പ് ചെയ്യുക. ആൻഡ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2025 റീഡിങ്. ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിന്ന്, റെസൊനേറ്റ് ചെയ്തുന്ന്. റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു പേഴ്സണലായി 2025 റീഡിങ്, ഇയർലി റീഡിങ് വേണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.